ജയിൽ ചപ്പാത്തിയും ചിക്കനും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിൽ തയ്യാറായി. ഇതിനു പുറമെ കുറഞ്ഞ വിലയിൽ വിവിധ ഭക്ഷണ വിഭവങ്ങളും പൊതുജനങ്ങൾക്ക് ഇനി ജയിൽ കോമ്പൗണ്ടിലെ ഭക്ഷണ സ്റ്റാളിൽ നിന്ന് ലഭിക്കും. 20 ലക്ഷം രൂപ ചെലവിൽ ജയിൽ വകുപ്പ് നിർമ്മിച്ച അത്യാധുനിക ഭക്ഷണശാലയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. ബഹുരാഷ്ട്ര കുത്തകകളുടെ ഫുഡ് കോർട്ടുകൾ അപ്രാപ്യമായ തലസ്ഥാനത്തെ സാധാരണക്കാർക്ക് ഇനി നിരാശ വേണ്ട. അത്തരം ഫുഡ് കോർട്ടുകളോട് കിടപിടിക്കുന്ന ഭക്ഷണശാല സാധാരണക്കാർക്കായി തലസ്ഥാനത്ത് ജയിൽ വകുപ്പ് ഒരുക്കിക്കഴിഞ്ഞു. ശീതീകരിച്ചതാണ് പുതിയ ഭക്ഷണശാല. മുൻനിര കഫേകളെ വെല്ലുന്നതും ഗുണനിലവാരമുള്ളതുമായ സൗകര്യങ്ങൾ, മുന്തിയ ഇനം ഭക്ഷണങ്ങൾ, കുറഞ്ഞ വില. മുൻ ജയിൽ മേധാവി ലോക്നാഥ് ബെഹ്റയുടെ മനസ്സിൽ വിരിഞ്ഞതാണ് ഈ ആശയം. ജയിൽ ചപ്പാത്തി പാക്കറ്റുകൾ വാങ്ങിപ്പോകുന്നവർക്ക് ഇരുന്നു കഴിക്കാൻ അല്പം ഇടമൊരുക്കുകയായിരുന്നു ബെഹ്റയുടെ ആശയം. ഒടുവിൽ ആശയം വികസിച്ച് കഫറ്റേരിയ കം ടേക്ക് അവേ കൗണ്ടറായി. ചുരുക്കി പറഞ്ഞാൽ ഇരുന്നു കഴിക്കാനും പുറത്തേക്ക് പാഴ്സലാക്കി കൊണ്ടുപോകാനും സൗകര്യമുള്ള ഒരിടം. പൂജപ്പുര ജയിൽ വളപ്പിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഫറ്റേരിയയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് നല്ല ഭക്ഷണം എന്ന ലക്ഷ്യമാണ് ജയിൽ വകുപ്പിന്റെ ഈ പദ്ധതിക്ക് പിന്നിലെന്ന് ജയിൽ മേധാവി ഋഷിരാജ് സിംഗ് പറയുന്നു. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കിട്ടും, ഉച്ചയ്ക്ക് ലഞ്ചും, വൈകുന്നേരം ചായ കാപ്പിയും, പിന്നെ രാത്രിയിൽ ഭക്ഷണവും. അപ്പോൾ ഇത് ഒരു റെസ്റ്റോറൻ്റായിട്ടാണ് ഇത് പ്രവർത്തിക്കാൻ പോകുന്നത്. ചപ്പാത്തിയും ചിക്കൻ കറിയും ഇരുന്ന് കഴിക്കാൻ ഒരിടം ഒരുക്കുക എന്നതാണ് ഈ ആശയത്തിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് മുൻ ജയിൽ DGP ലോക്നാഥ് ബെഹ്റ. ഹെൽത്തി ഫുഡ്, ന്യൂട്രീഷ്യസ് ഫുഡ് ഒരു ചീപ്പ് റേറ്റിൽ എല്ലാവർക്കും കൊടുക്കണം. അതാണ് ആക്ച്വലി അതിനെ അർത്ഥം. 20 ലക്ഷം രൂപ ചിലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കഫറ്റേരിയ പുലർച്ചെ മുതൽ രാത്രി വരെ പ്രവർത്തിക്കുമെന്ന പ്രത്യേകത കൂടിയുണ്ട്. ജയിൽ അന്തേവാസികളുടെ സേവനം ഉപയോഗപ്പെടുത്തിയായിരിക്കും ഭക്ഷണ വസ്തുക്കളുടെ നിർമ്മാണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.